ഗൈസ്, എല്ലാവർക്കും ദിനരത്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആണ്. ഞാനിപ്പോൾ ഹെയറൊക്കെ ട്രൈ ചെയ്ത് ആ വീഡിയോ ഒക്കെ ഞാനിപ്പോൾ ഇതിന് മുമ്പേ പോസ്റ്റ് ചെയ്യും കേട്ടോ. അവിടെ ആദ്യമായിട്ട് ഞാൻ സ്കിൻ കെയറിന് വേണ്ടി കുളിച്ചതിന് ശേഷം ഇടുന്നത് മാമത്തിൻ്റെ ഇപ്പോഴത്തെ ഇതായ മോയ്സ്ചറൈസറാണ്. ട്രെൻഡിങ് ആയ മോയ്സ്ചറൈസർ മാമാവത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ഇടാം. ഉള്ളൊക്കെ നല്ല നല്ല ലൈറ്റ് വെയ്റ്റാണ് ഗൈസ്. ഈ മോയ്സ്ചറൈസർ നല്ല ലൈറ്റ് വെയ്റ്റ് ഉള്ള മോയ്സ്ചറൈസിങ് ആണ്. മറ്റേ ട്യൂബ് കേടായിട്ടാണ്, അതുകൊണ്ടാണ് ഗൈസ് അത്ര ലൈറ്റ് ഇല്ലാത്തത്. കുറച്ചാക്കിയിട്ടിടാം. ഇങ്ങനെ ഇടാം ഗൈസ്. ഇത് നമുക്ക് നല്ലോണം ഈവനായിട്ട് ഇത് കുറച്ചെണ്ണം ഇട്ടാൽ മതി. ബാക്കിയെങ്കിൽ കുറേ ഇട്ടോണ്ട് നല്ല ഡൗട്ട് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇടാവും, പക്ഷേ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. കൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടുന്നുണ്ടോ ഗൈസ്? സെറ്റ്. അപ്പോൾ നമ്മൾക്ക് അത് ക്ലോസ് ചെയ്യിക്കാം. പിന്നെ നൈറ്റാണ്, പക്ഷേ സൺസ്ക്രീൻ ഞാൻ ഇപ്പോൾ ഇടുന്നതാണ്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടാം. ഇത് ഡൈമറോക്ക് ആസിഡിൻ്റെ 450A+++ ഉള്ള സൺസ്ക്രീനാണ്. ഇന്ത്യൻകാർക്ക് പറ്റുന്നൊരു പിങ്കിഷ് വയലറ്റ് സൺസ്ക്രീൻ ആട്ടോ. കുറച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ. നമുക്കിനിത് നല്ല കവറേജൊക്കെ തരും ഗൈസ്. നല്ലൊരു വേണം. പിന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് പറയുന്നത്. ആ സൺസ്ക്രീനും കൂടി ജസ്റ്റ് ഇട്ടെടുക്കാം. ഇത് കുറച്ച് ഗ്ലോസി എഫക്റ്റുള്ള സൺസ്ക്രീനാണ്. ബാക്കി കയ്യിലിട്ടിട്ട് ഓൾറെഡി കുറേ ക്രീം ഇട്ടാവുന്നുണ്ട്. നല്ലോണം ഒന്ന് അല്ല ഗൈസ്, നല്ല ക്ലിയർ അല്ലേ ഗൈസ്? അടുത്തതായിട്ട് എനിക്ക് എന്തായാലും പെർഫ്യൂം അടിക്കണം. പക്ഷെങ്കിൽ ഏത് പെർഫ്യൂം അടിക്കണം? എനിക്ക് ഈ പെർഫ്യൂം വല്ലാത്ത ഇഷ്ടം കേട്ടോ. നല്ല വേണം. വാവ്, നല്ല വേണം. ഇത് എനിക്ക് ഈ ഒരു പെർഫ്യൂം ഇഷ്ടം. ഞാൻ പെർഫ്യൂം കളക്ഷനൊക്കെ കാണിച്ചതാണ് ഒരു വേറെ വീഡിയോയിൽ. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് അത്തറാണിത്. നിങ്ങൾക്ക് കാണാവോ? നല്ല മണം ഗൈസ്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബോഡി ലോഷനോ നല്ല മണമാണ്. നമുക്ക് കുറച്ചെടുക്കാം, പക്ഷേ കുറച്ചെല്ലാം എൻ്റെ ഇതാവുമെന്നറിയില്ല. ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇനിയുണ്ട്, പക്ഷേ സ്പ്രേ ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ബോഡി ലോഷൻ വേണ്ട. നെക്സ്റ്റ്, ഈ ഒരു കവായി ക്ലിപ്പ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യോ. അതേപോലെ തന്നെ ഗൈസ്, ഈ ഒരു ഫ്ലവർ ക്ലിപ്പ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യും ഗൈസ്. അടുത്തതായിട്ട് നമുക്ക് കമ്മലെല്ലാം ഇടാൻ വേണമെങ്കിൽ, പക്ഷേ നമ്മൾ കമ്മലിടുന്നില്ല. സ്റ്റെഡ് നല്ലില്ലേ? കുറേ വളയൊക്കെ ഉണ്ട്. വളയൊന്നും നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ വള ഇടുന്നില്ല ഗൈസ്. ഞാൻ അന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ, അതുകൊണ്ട് ഞാൻ സാധനം ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല ഗൈസ്. ഞാൻ കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും. ലിപ്സ്റ്റിക്സ് ആണ്. ഓക്കെ,
ലിപ് ബാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലിപ് ബാമാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലിപ് ബാമാണ് കേട്ടോ. ലിപ് ബാം എടുത്തിടാം. സോറി, അടച്ചിടാം. നല്ല ഭംഗിയില്ല ഗൈസിന്. നമുക്ക് ന്യൂഡ് ഷെയ്ഡ് അല്ല, എന്നാലും ഒരു റെഡ് ലിപ്സ്റ്റിക് ഇടാം. ഈ ലിപ്സ്റ്റിക്കിൻ്റെ എല്ലാത്തിൻ്റെ ഈയിടെ ഞാൻ കാണിക്കുന്ന എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇറ്റ്സ് ഗുഡ്. ഒക്കെ മാറ്റമൊന്നും കാണുന്നില്ലേ, ഞാൻ ഇപ്പോൾ മാറ്റം കാണിച്ചുതരാം. അല്ല വേണ്ട ഗൈസ്, നമുക്ക് ഈ ഒരു ഇത് നമുക്ക് എന്തോ ഒരു ഏഴ് ഞാൻ എപ്പോൾ ഇടുന്നൊരു മാറ്റല്ല, മാറ്റ് പോലെയാണ് ഏത് ലിപ്സ്റ്റിക്. മാറ്റാണെങ്കിലും മാറ്റല്ല എന്നല്ല അറിയുന്നത്, മാറ്റാണെന്നല്ല അറിയിക്കുന്ന സിമ്പിൾ ലിപ്സ്റ്റിക് കേട്ടോ. ഇതാണ്. അടുത്തതായി നമുക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റായിട്ട് കണ്ണെഴുതിയാലോ, നാളേക്ക് സ്മോക്കി ഐസ് കിട്ടിയാലോ കിട്ടൂല. ഇത് നമുക്ക് ലൈറ്റായിട്ട് കണ്ണെഴുതാം. ഞാൻ ഇങ്ങനെയാണ് കണ്ണെഴുതാറ്. ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ കൺവെൻഷൻ വെച്ചിട്ട് കണ്ണ് ഗ്ലാസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് നല്ല ബോൾഡായിട്ട് കിട്ടും. ഇതാണ് എൻ്റെ സ്ട്രൈക്ക്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. ഇനിയും വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ബൈ ബൈ.